Hi friends, welcome back to my Little World YouTube channel. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങ കൊണ്ടുള്ള ഒരു പായസമാണ്. അടിപൊളി പായസമാണിത്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മത്തൻ ചെറുതായി അരിഞ്ഞത്, 1 കിലോ ശർക്കര, 1/2 ഗ്ലാസ് വെള്ളത്തിൽ അലിയിക്കാനായി വെച്ചത്, 1.5 ലിറ്റർ പശുവിൻ പാൽ, 50 ഗ്രാം ചവ്വരി, 1 പിടി തേങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞത്, കിസ്മിസ്, കുറച്ച് ഏലക്ക, നട്ട്സ്, ചുക്കുപൊടി, 100 ഗ്രാം നെയ്യ്. ആദ്യമായി മത്തൻ ചെറിയ പീസാക്കി അരിഞ്ഞതിനെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. മത്തൻ ആവിയിൽ വേവിച്ച് വെച്ചതാണിത്. ഇനി നമുക്കിതിനെ മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ചിലപ്പോഴൊക്കെ മത്തൻ അരയാൻ ബുദ്ധിമുട്ടായി വരും. അങ്ങനെയാണെങ്കിൽ പശുവിൻ പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൽ കൂടെ ചേർത്ത് ഒഴിച്ച് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ട് അരയ്ക്കാത്ത കട്ടിക്ക് അരച്ചെടുക്കുക. സ്റ്റൗവിൽ ഒരു പരന്ന ഉരുളി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അലിയിക്കാൻ വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അരിച്ചെടുക്കാം. അടുത്തതായി ചവ്വരി എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരിയെ വെള്ളമൊഴിച്ച് പകുതി വേവ് ആക്കിയെടുക്കണം. ഇനി ഏലക്ക എടുത്തു വെച്ചിരിക്കുന്നത് നന്നായി ചതച്ചെടുക്കാം. അപ്പോഴേ അതിൻ്റെ ശരിക്കുള്ള മണം പായസത്തിന് കിട്ടുകയുള്ളൂ. അടുത്തതായി സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ നെയ്യ് ഒഴിക്കാം. ഇനി ശർക്കര ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്നതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയുണ്ട്, അതിനെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമുക്കുള്ള ശരിക്കുള്ള പണി. ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായി വരണ്ട് കിട്ടുന്നത് വരെ ഇതിനെ നന്നായി വരട്ടിയെടുക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ തേങ്ങാപ്പാലാണ് എല്ലാവരും ചേർത്ത് കൊടുക്കുന്നത്. ഇത് പക്ഷേ പശുവിൻ പാലാണ്. നമുക്ക് ജോലി എളുപ്പമാണ്. ടേസ്റ്റിന് ഒരു മാറ്റമില്ല. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ പായസം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 ലിറ്റർ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരയ്ക്കാൻ വേണ്ടി കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. അതിന് പോയിട്ട് ബാക്കിയുള്ള പാലാണിത്. അത് അതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അടുത്തതായിട്ടുള്ള ഒരു കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആരും മറക്കരുത്. കുറച്ച് ചുക്കുപൊടി, ഒരുപാടാകരുത്. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് ചുക്കുപൊടി കൂടി ഇട്ടാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ചുക്കുപൊടി കൂടി ഇതിലേക്കിടാം. ഇനി ഇത് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു ശകലം ചുമന്ന് വരുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ചുമന്ന കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് കിസ്മിസും അതിൻ്റെ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി വറുത്തെടുത്ത് നമുക്ക് പായസത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മൈ ലിറ്റിൽ വേൾഡിൻ്റെ അടുത്തൊരു റെസിപ്പിയുമായി എത്തുന്നത് വരെ എല്ലാ പേർക്കും ബൈ.